ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു വിശേഷം പറയാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഒത്തിരി പേര് നമ്മുടെ 2-3 വീഡിയോസിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കമന്റ്സിലൂടെയും മെയിൽസിലൂടെയും മെസ്സേജസ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആണോ എന്ന്. ആ ഒരു വിശേഷം നിങ്ങളായിട്ട് പങ്കിടാനാണ് വന്നിരിക്കുന്നത്. പ്രഗ്നന്റ് ആണ്. അപ്പോൾ അത് ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളായിട്ട് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതിന് കുറച്ച് റീസൺ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ പേരിലാണ് ഇത്രയും വൈകി നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ കടന്നു വന്ന വഴികൾ, അതായത് ഇങ്ങനെ ഒരു വിശേഷം ഉണ്ടാകാനായിട്ട് ഞാൻ കടന്നു വന്ന വഴികൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അത് ഒരു കുഞ്ഞിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് കുറച്ചു പേർക്കെങ്കിലും അതൊരു പ്രചോദനമാകാം. കുറച്ചു പേർക്കെങ്കിലും അതൊരു പോസിറ്റീവ് തോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപകാരം യൂസ്ഫുൾ ആകും എന്ന ചിന്തയിലാണ് കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5 വർഷത്തോളം ആകാൻ പോവുകയാണ്. അപ്പോ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് അമ്മയാകണം, പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരിൽ പെട്ട ഒരാളാണ് കേട്ടോ ഞാനും. അങ്ങനെ തുടക്കം മുതലേ തന്നെ ഒരു കുഞ്ഞിനെ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാസം വരെ നോർമലായിട്ട് കാർഡൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ആ ഒരു ഇനിയും സമയം 5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സമയം മുമ്പോട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു, ക്ഷമ ഇല്ലായിരുന്നു എനിക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറിനെ കണ്ടായിരുന്നു. കണ്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഒരു 5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ സാധാരണ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്, അങ്ങനെയുള്ള കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് നെക്സ്റ്റ് മന്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു മാസം ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കടക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നെഗറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പം ഓക്കെ, നെഗറ്റീവ് ടാബ്ലറ്റിൽ നമ്മൾ കഴിച്ചിട്ടുള്ളൂ, നെഗറ്റീവ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഡോക്ടറിനെ കാണാൻ പോവാണ്. ഡോക്ടറിനെ അപ്പോഴത്തേക്കും വേറെയും കുറച്ച് ടാബ്ലറ്റ്സ് കൂടെ തന്നായിരുന്നു, എക്സ്ട്രാ ടാബ്ലറ്റ്സ് തന്നായിരുന്നു. 1-2 ഇഞ്ചക്ഷൻ ഒക്കെ തന്നിട്ട് വീണ്ടും നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2-3 മാസം വരെ അങ്ങനെ ഈ ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ട് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സത്യത്തില് ഓരോ മാസവും ഓരോ പ്രതീക്ഷയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് വന്നിട്ട് ഓരോ തവണ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു ഡോക്ടർ അങ്ങനെ ചെക്ക് ചെയ്ത് വീണ്ടും ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഞാൻ ട്രീറ്റ്മെന്റ് ഒരിക്കൽ പോലും ഞാൻ നിർത്തിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ട്രീറ്റ്മെന്റിന്. പിന്നെ ഒരു 4-5 മാസം വരെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് ടാബ്ലറ്റ്സും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നോക്കിയതല്ലേ, ഇനി നമുക്ക് IUI സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, IUI നോക്കാന്ന് പറഞ്ഞു. കാരണം അതിന് മുന്നേ തന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ടെസ്റ്റിലൊക്കെ കംപ്ലീറ്റ് നോർമൽ ആയിരുന്നു. എനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഒക്കെ നോർമലാണ്. തൈറോയ്ഡ് ഇല്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊന്നും, അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നു. അപ്പൊ രണ്ടുപേരും നോർമൽ ആണെന്നുള്ളത് വെച്ചിട്ട് തന്നെ ഡോക്ടർ ഓക്കെ, വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചെയ്തത് IUI ആണ്. ഫസ്റ്റ് IUI ചെയ്തു. ഫസ്റ്റ് IUI ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ നമ്മളോട് പറയുകയാണ്, അതായത് വേറെ ഒരു പ്രശ്നമില്ല, ഇതിൽ തന്നെ സക്സസ് ആകും, കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഡോക്ടറിന്റെ ആ ഒരു പ്രതീക്ഷയും കൂടെ കാണുമ്പോഴത്തേക്കും നമുക്കത് ഓവറായിട്ട് നമ്മളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഓക്കെ ഇത് സക്സസ് തന്നെയായി ഇത്തവണ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ IUI കഴിയാണ് കേട്ടോ. ആദ്യത്തെ IUI ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ IUI ഞങ്ങൾക്ക് ഇത് ഓക്കെ ആണ്. ഡോക്ടറിനെ ഞങ്ങൾ ആഗ്രഹിച്ചൊക്കെ വിടുന്നത് കേട്ടോ, ട്രിപ്ലെറ്റ്സോ ട്വിൻസോ ഒക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയിട്ട് പിന്നെ ആദ്യത്തെ IUI കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഡേറ്റ് വരുന്ന പീരിയഡ്സിന്റെ ഡേറ്റ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ടെൻഷനാണ്, അയ്യോ എന്താവും ഒരു ദിവസം മാറിയാൽ ആ ഒരു ടെൻഷനാണ്. അപ്പോൾ പക്ഷെ 1-2 ദിവസം മാത്രമേ എനിക്ക് പീരിയഡ്സിന് ഡേറ്റ് മാറാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് പീരിയഡ് ആവും. ടെസ്റ്റ് ചെയ്ത ഒരു ദിവസത്തെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതും നെഗറ്റീവ് ആയിരുന്നു. ആദ്യത്തെ IUI നെഗറ്റീവ് ആയിരുന്നു.
പക്ഷെ ഞാനത് വലിയ സംഭവമായിട്ട് അത്രയും ടെൻഷനായിട്ട് ഞാനത് എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് പേരുടെ വീഡിയോസ്, അതായത് ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ നമ്മള്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോസ് കേട്ടോ, യൂട്യൂബിലാണെങ്കിലും എവിടെയൊക്കെ ഉണ്ട് വീഡിയോസ് ഒക്കെ ഇതിനെ പറ്റിയൊക്കെ ഉണ്ടോ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഉണ്ടോ, അതൊക്കെ ഞാൻ വായിക്കും കേട്ടോ. അപ്പൊ അതുപോലെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഒത്തിരി പേരുടെ വീഡിയോസ് എനിക്ക് ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട്, ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അതായത് വീണ്ടും പ്രതീക്ഷ തരും ഓരോരുത്തരുടെയും. ചിലരുടെയൊക്കെ വീഡിയോസ് നമുക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷ തരും. അപ്പൊ അങ്ങനെ ആദ്യത്തെ IUI കഴിഞ്ഞിട്ട് അത് നെഗറ്റീവായി പോയി. ഞാനിപ്പോ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാല് അങ്ങനെ ഫസ്റ്റ് IUIയിൽ തന്നെ അത് നെഗറ്റീവായി പോയി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അതിന്റെ പേരായിട്ടോ ഞാൻ അത് എടുത്ത് പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ IUI ചെയ്ത് അത് നെഗറ്റീവായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, അത് കുഴപ്പമില്ല, അടുത്ത 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ട്, ഇനി അടുത്ത മാസം ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത മാസം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഈ 1 മാസം നിങ്ങൾ നോർമലായിട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം നമുക്ക് നോക്കാമെന്നു. അങ്ങനെ ഒരു 2 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും IUIക്ക് തന്നെയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് നോർമലായിട്ട് കുറച്ച് മാസങ്ങൾ നമ്മൾ നോക്കിയല്ലോ, ടാബ്ലറ്റ്സ് എടുത്തു, അതുപോലെ തന്നെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് നോക്കിയല്ലോ. അപ്പോൾ അതിന്റെ പേരിൽ ഡോക്ടർ IUI തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വീണ്ടും രണ്ടാമത്തെ IUI ചെയ്തു. രണ്ടാമത്തെ IUI ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വീണ്ടും പ്രതീക്ഷ ഒത്തിരി പഴയതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അടുത്ത ഡേറ്റിന്റെ സമയമായപ്പോഴത്തേക്കും കാർഡ് വാങ്ങി നോക്കിയപ്പോഴത്തേക്കും അത് നെഗറ്റീവായിരുന്നു. രണ്ടാമത്തതും നെഗറ്റീവാണ്. പക്ഷെ എന്നാലും അത് നെഗറ്റീവ് ആണെന്ന് വെച്ചിട്ട് പ്രതീക്ഷ കൈവിട്ടില്ല കേട്ടോ ഞാൻ. കാരണം എൻ്റെ കൂടെ രാജുസിയുണ്ട്. രാജുസി ഒരുപാട് പേര് ചോദിക്കും രാജുസി എന്താ പേര് കറക്റ്റായിട്ട് പറയുന്നത്. ഹസ്ബൻഡിന്റെ പേര് രാജേഷ് എന്നാണ്. അപ്പം ഞാൻ വിളിക്കുന്നത് രാജുസി എന്നാണ് കേട്ടോ. എന്നെ വിളിക്കുന്നത് ചമ്മൂസ എന്നാണ്, ഞാൻ തിരിച്ച് രാജുസി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരുപാട് പേര് മനസ്സിലാക്കി ചോദിച്ചത് വ്യക്തമാക്കി തരാൻ കേട്ടോ, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. എൻ്റെ കൂടെ എപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് ആള് നിന്നിട്ടുണ്ട്. അതായത് കുറച്ച് ടെൻഷനും കുറച്ച് സങ്കടമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ആ സങ്കടം ഒട്ടും തന്നെ എനിക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യും. അതായത് എപ്പോഴും എൻ്റെ കൂടെ ഇല്ല, ഇത് സാരമില്ല, നമുക്ക് അടുത്ത് നോക്കാം, ഇനി അടുത്ത് നോക്കാം, ഇതിലെന്ത് എത്രയോ പേര് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അതുപോലെ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതിയാ, അതൊന്നും ഇതൊന്നും വിഷയാക്കണ്ട, വിഷമിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് കേട്ടോ ആള് നിൽക്കുന്നത്. അപ്പൊ ആളിന്റെ ഓക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ രണ്ടാമത്തെ IUIയും ഫെയിലിയർ ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രീറ്റ്മെന്റ് നോക്കാം, അടുത്ത് നോക്കാം നോക്കിട്ടോ. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് അപ്പൊ രണ്ടാമത്തെ IUIയും കഴിഞ്ഞ് ചെന്ന് ഇതേപോലെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ അപ്പൊ പറഞ്ഞു, എനിക്ക് ഉടനെ പറഞ്ഞെന്ന് വെച്ചാല് രണ്ടെണ്ണം ഫെയിലിയർ ആയില്ലേ, അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്ത് നോക്കാം, നമുക്കിന്ന് ലാപ്പ് ചെയ്ത് നോക്കാം. ഡോക്ടർ പറഞ്ഞതാണ് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാം. അതായത് ഇൻഫെർട്ടിലിറ്റിയുടെ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാം, ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വില്ലിങ് ആണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് സത്യത്തില് ഇങ്ങനെ കുഞ്ഞെ എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കുന്നതിന്റെ പേരിൽ ഓക്കെ ഇനി ഞാൻ വില്ലിങ് ആണ്, കുഴപ്പമൊന്നുമില്ല, ലാപ്രോസ്കോപ്പി ചെയ്യാം എന്ന് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു. എങ്കിൽ ഡോക്ടർ അപ്പോൾ അല്ലെങ്കിൽ ഡോക്ടറുടെ ഡേറ്റ് കേട്ടോ, ഡേറ്റ് വന്നിട്ട് ലാപ്രോസ്കോപ്പിയുടെ ഡേറ്റ് തന്നു. പിന്നെ ഞാൻ പിന്നീടാണ് വീട്ടിൽ വന്ന് നോക്കുന്നത് ലാപ്രോസ്കോപ്പി എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു കേട്ടോ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കത് പ്രശ്നം എന്നുള്ള കാര്യമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞ അടുത്ത ഡേറ്റിൽ തന്നെ ഞാനത് ലാപ്രോസ്കോപ്പിക്ക് പോയി. കാരണം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയണമായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് അനസ്തേഷ്യയൊക്കെ തന്നിട്ട് ആദ്യമായിട്ട് ചെയ്ത സർജറിയാണ് എൻ്റെ ശരീരത്തില്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നീട് ഡോക്ടർ വന്ന് പറഞ്ഞു പ്രത്യേകിച്ചുള്ള വലിയ ഒരു കാര്യങ്ങളും കാണാനില്ല, കുഴപ്പമില്ല, എല്ലാം നോർമലാണ്,
അതിന്റെ പേരില് ഷമീറ പേടിക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ടായിക്കോളും, വേറെ ഒരു പ്രശ്നവും കാണുന്നില്ല, എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സമാധാനമായി. അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു തവണ പോലും ട്രീറ്റ്മെന്റ് ഞാൻ നിർത്തിയിട്ടില്ല. ഇത് ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞു കേട്ടോ. ഈ 2 IUIയും ബാക്കി ഇടയ്ക്കിടയ്ക്കുള്ള ടാബ്ലറ്റ്സും ഇഞ്ചക്ഷൻ എടുക്കലും അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പറയുന്ന വെച്ചാല് എന്റെ ഫ്രണ്ട്സിന് എനിക്ക് പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരില് ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് മാരേജ് കഴിഞ്ഞവരുണ്ട്. അവരില് ഇതുപോലെയൊക്കെ ട്രീറ്റ്മെന്റിനൊക്കെ പോയിട്ട് ആദ്യത്തെ ഒരു 4-5 മാസം ട്രീറ്റ്മെന്റിന് പോയിട്ട് പിന്നീട് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെയും 2 മാസം പോയിട്ട് പിന്നെ കാണിക്കുകയേ ചെയ്തിട്ടില്ലാത്ത 1-2 സുഹൃത്തുക്കളുണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ ഞാൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, അങ്ങനെ നിർത്തരുത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർ നമുക്ക് അതുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ അതെടുത്ത് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണിക്കുന്നത് ഇവിടെ GG ഹോസ്പിറ്റലില് ഡോക്ടർ അനിത മാഡത്തിനെയാണ് കേട്ടോ. ഒരു തവണ പോലും ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയിട്ടില്ല ഈ ഡോക്ടർ വേണ്ട, നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാമോ എന്ന് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും ആത്മാർത്ഥതയോടെയാണ് ഡോക്ടർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മളെക്കാളും ആത്മാർത്ഥത നമുക്ക് തോന്നും, അയ്യോ എങ്ങനെയെങ്കിലും ഒരു ഉണ്ടാകണം, അതിനുവേണ്ടി മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആ ഡോക്ടറിനെ വിട്ടിട്ട് വേറൊരിടത്തേക്ക് പോകാൻ വേണ്ടി ഇതുവരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങള് 2ാം ഇടത്തിന് ഇട്ടിട്ട് ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ പോയി കാണുക എന്നുള്ളത് ഞങ്ങള് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഞങ്ങളുടെ ഡോക്ടർ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ലാപ്രോസ്കോപ്പി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് 2-3 മാസം ടാബ്ലറ്റ്സ് മാത്രം ഇഞ്ചക്ഷനൊക്കെ എടുത്തു അങ്ങനെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഡോക്ടർ വീണ്ടും സജസ്റ്റ് ചെയ്ത IUI തന്നെയാണ്. അപ്പോൾ IUIയിൽ 3ാമത്തെ IUIയും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഈ IUI ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏകദേശം ഒരു 10-14 ദിവസത്തോളം ഹോർമോണൽ ഇഞ്ചക്ഷൻ എടുക്കും കേട്ടോ. അപ്പം നല്ല വേദനയുള്ള പെയിനുള്ള ഇഞ്ചക്ഷനാണ് ഹോർമോൺ ഇഞ്ചക്ഷൻ. ഞാനത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും എടുക്കേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് 12 മുതൽ 14 ദിവസം വരെയൊക്കെ എനിക്ക് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവിടുത്തെ സിസ്റ്റർമാരൊക്കെ പരിചയം ചോദിക്കും, എന്തുമാത്രം ഇഞ്ചക്ഷനാണ് വെക്കണേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും കേട്ടോ. പക്ഷെ ആ ഇഞ്ചക്ഷനെക്കാളും വലുതായിട്ട് മനസ്സിൽ ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹം കൂടുതലായത് കൊണ്ടായിരിക്കാം എനിക്കത് വലിയ ഒരു ഇതായിട്ട് തോന്നിയില്ല. അതായത് കുഴപ്പമില്ല, കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്ന് തോന്നും. IUIക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നവർക്ക് അറിയായിരിക്കും, നല്ല പെയിനാണ് ഇഞ്ചക്ഷനൊക്കെ. അങ്ങനെ 3ാമത്തെ IUI കഴിഞ്ഞു. 3ാമത്തെ IUI കഴിഞ്ഞപ്പോഴത്തേക്ക് അതും നെഗറ്റീവ് എന്നാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് ഡോക്ടർ പറയാന്ന് വെച്ചാല് ഇതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിന്റെ പേരിൽ കിട്ടും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നീട് 2 മാസത്തെ റെസ്റ്റിന് തരും. ഈ IUI ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്ത മാസം ചെയ്യത്തില്ല, ഒരു 2 മാസത്തെ ഗ്യാപ്പ് ഇട്ട് തരും. ആ 2 മാസത്തിൽ നമുക്ക് ടാബ്ലറ്റ്സും ഇഞ്ചക്ഷനൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില മാസങ്ങളിൽ പ്രൊജസ്റ്ററിന്റെ ഇഞ്ചക്ഷൻ മാത്രം എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലെല്ലാം നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എന്ന കാർഡ് കണ്ട് അതൊരു എന്താ പറയാ, അത് ഇതിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ അറിയാതിരിക്കും. ഓരോ മാസവും ദിവസങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് ഉറപ്പായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് 4ാമത്തെ IUI ചെയ്യാം എന്നാണ്. അങ്ങനെ 4ാമത്തെ IUIയും ചെയ്തു. 4ാമത്തെ IUI കഴിഞ്ഞപ്പോഴത്തേക്കും അതും നെഗറ്റീവായിരുന്നു. അത് നെഗറ്റീവ് ആയപ്പോഴത്തേക്ക് പിന്നെ എന്താണ് അത് അതും അങ്ങനെ ഈ IUI എന്ന് പറയുന്നത് സത്യത്തിൽ IUI ചെയ്യുന്നവർക്ക് അറിയായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അത്രയും
അത്രയും ദിവസം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസത്തോളം നമ്മൾ അതിന്റെ പുറകെ തന്നെ ആയിരിക്കും. ഇഞ്ചക്ഷന് വേണ്ടിയിട്ടും പിന്നെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം, എഗ് ഗ്രോ ആയോ നോക്കണം, പിന്നീട് അടുത്ത IUIയുടെ 2 ദിവസങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ. അപ്പൊ അങ്ങനെ 4ാമത്തെ IUI നെഗറ്റീവായി. അത് കഴിഞ്ഞിട്ട് പിന്നീടും ഡോക്ടർ സജസ്റ്റ് ചെയ്തത്, ഡോക്ടർ പിന്നീട് അതായത് വേറെ ഒന്നിലേക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്തില്ല. അതായത് പെട്ടെന്നൊരു ഇതിലേക്ക് പോകണ്ട, വേറെ അതിന് മുകളിലേക്കുള്ളതിലേക്ക് പോകണ്ട, IUIയിലൂടെ തന്നെ അത് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെ IUI ചെയ്ത ആൾക്കാരുണ്ട്, അതായത് 4ാമത്തെ IUIയിലൊക്കെ എന്റെ കൂടെ ചെയ്തവരുണ്ട് കേട്ടോ. അപ്പോൾ അവര് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ഞാൻ നെഗറ്റീവായിട്ട് വരുമ്പോഴത്തേക്കും അവര് പോസിറ്റീവായിട്ട് വരും. അങ്ങനെ 1-2 IUIയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ കൂടെ ചെയ്തവരൊക്കെ അടുത്ത ആഴ്ച അടുത്ത മാസം അവര് വരുമ്പോഴത്തേക്കും, ഞാൻ ഡോക്ടറിനെ നെഗറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ ചോദിക്കും, ഡോക്ടർ സിസ്റ്റർ എന്റെ കൂടെ അന്ന് ചെയ്തവർക്ക് അവർക്ക് പോസിറ്റീവ് ആയി എന്ന് പറയും. അപ്പൊ അതൊരു സത്യത്തിൽ എനിക്കൊരു പ്രചോദനമാണ്. അവർക്ക് ആയില്ലോ, പോസിറ്റീവ് ആയില്ലോ, അപ്പൊ നെക്സ്റ്റ് മന്ത് നമുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർക്ക് കിട്ടിയില്ല, അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വീണ്ടും 5ാമത്തെ IUIക്ക് വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യാണ്. 5ാമത്തെ IUI ഒക്കെ ആയപ്പോഴത്തേക്കും നിങ്ങളെ ആദ്യത്തെ ഫസ്റ്റ് IUI കഴിഞ്ഞിട്ടിരിക്കുന്നവർ തന്നെ പലരും ഭയങ്കര നിരാശയിൽ നിൽക്കുന്നവർക്കൊക്കെ ഞാൻ 5ാമത്തെ IUIയിലേക്കാണ് പിന്നെ പോയത്. 5ാമത്തെ IUI ചെയ്തു. 5ാമത്തെ IUI ചെയ്തപ്പോഴത്തേക്കും ഓരോ തവണയും IUI ചെയ്യുമ്പോഴും കുറച്ചുകൂടി പ്രിക്കോഷൻ ഞാൻ കൂടുതൽ എടുക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്ന മിസ്റ്റേക്ക് വരെ എടുത്ത്, അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം സമയം നിന്നുവെങ്കിൽ ഇപ്രാവശ്യം നിൽക്കാതെ നോക്കും. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് റെസ്റ്റ് എടുത്തെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കും. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വർക്കൗട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനൊക്കെ പോകും, അപ്പൊ കൂടെ ഞാനും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി. കാരണം വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വേണ്ടി പോകും ഞാൻ. അങ്ങനെ എക്സസൈസിന്റെ ഇടയ്ക്ക് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇവിടെ ഹെവി എക്സസൈസ് ഒന്നും അല്ല, പക്ഷെ ഞാൻ എക്സസൈസ് ഇടയ്ക്ക് ചെയ്യുമായിരുന്നു, നടക്കാൻ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡിന്റെ കൂടെ പോകും. ഭയങ്കരമായിട്ടൊന്നും അവിടെ പോയി ഹെവി, അതായത് ഹെവി ലിഫ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല, എന്നാലും ഇച്ചിരി ഉഴപ്പി തന്നെയാണ് ചെയ്യുന്നത്, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ചെയ്യും, ഒരു ദിവസം പോകും, 2 ദിവസം പോകും, പിന്നെ അടുത്ത് 5 ദിവസം പോകത്തില്ല. അങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ അങ്ങനെ പോയിട്ടില്ല. 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം പോകും, പിന്നെ പോകത്തില്ല. പിന്നെ വീണ്ടും അടുത്ത ആഴ്ചയിൽ 2 ദിവസം പോകും. പിന്നെ നമ്മൾ ഈ ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും പിന്നെ പോകാനേ തോന്നില്ലല്ലോ. അതായത് അയ്യോ അനങ്ങാൻ പാടില്ല, നമുക്കിങ്ങനെ വെയിറ്റ് എടുക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഇത്ര IUI ചെയ്തിട്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രം നെഗറ്റീവ് ആകണം വിചാരിച്ചിട്ട് ആ ഡേറ്റ് എടുക്കുന്ന സമയത്തോടെ എടുക്കുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ 5ാമത്തെ IUI ആയി. 5ാമത്തെ IUIയില് 5ാമത്തെ IUIയും നെഗറ്റീവായി. ഇത് ഞങ്ങൾ കടന്നു വന്ന ഈ വർഷങ്ങൾ ഇത്രയും സത്യത്തിൽ ഇത് ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് എനിക്കാണെങ്കിലും രാജസിക്കാണെങ്കിലും മാത്രം ഞങ്ങൾ മാത്രം അനുഭവിച്ച പെയിനാണ് കേട്ടോ. ഇതില് ഞങ്ങളുടെ ഈ പെയിനിൽ സത്യത്തിൽ ഞങ്ങളുടെ റിലേറ്റീവ്സോ ഞങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്നവരോ ആരും ഇല്ല. ഞങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും അങ്ങനെ അറിയത്തില്ല. ഫാമിലിയിലുള്ളവർക്കൊന്നും ആരടുത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ മാത്രം അനുഭവിച്ച വേദനയാണ്. അതായത് വേദന എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ച് ശാരീരികമായിട്ടുള്ള വേദന ഉണ്ട്, അതിലുപരി ഞങ്ങൾ മാനസികമായിട്ടുള്ളൊരു പെയിൻ ഉണ്ടല്ലോ. ആ പെയിന് ഞങ്ങൾ 2 പേരും തന്നെയാണ് അനുഭവിച്ചിട്ടുള്ളത്. അത് എനിക്കത് എവിടെയും പറയാൻ പറ്റും. ഒരുപക്ഷെ രാജസിയുടെ പെയിൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്നെ സമാധാനപ്പെടുത്തുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആള്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഉള്ളിൽ എത്ര വിഷമമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് എനിക്ക് കാണിച്ചിട്ടില്ല.
പക്ഷെ ഞാൻ എപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് എന്നെ കൊണ്ടുവരാം, അതിൽ നിന്ന് എങ്ങനെ എന്നെ ഓവർകം ചെയ്ത് കൊണ്ടുവരാമെന്ന് പറ്റുന്ന മാത്രമേ ആള് എനിക്കൊപ്പം ഒന്ന് ചെയ്തിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള ആളങ്ങനെയാണ്. എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് തന്നുകൊണ്ടേ ഇരിക്കും. അത് പ്രശ്നമില്ല. എത്ര പേരാണ് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, എത്ര കിട്ടിയില്ലെങ്കിൽ പിന്നീട് കിട്ടിക്കോളും, അത് ഇതൊന്നും പ്രശ്നമില്ല അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ അഞ്ചാമത്തെ കഴിഞ്ഞിട്ടൊന്നും ആകാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള റീൽസും ഷോർട്സൊക്കെ കൊണ്ടുവരും കേട്ടോ. അതായത് എന്താ എനിക്ക് ഓർമ്മ ശരിയാണ്, ഇത് ഡിങ്ക് കപ്പിൾസ് എന്തോ, അതായത് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് രണ്ടുപേരും മാത്രം, ഹസ്ബൻഡ് വൈഫ് മാത്രം ജീവിക്കുന്ന ലൈഫ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ജീവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള റീൽസും ഷോർട്സൊക്കെ കൊണ്ടുവരും. കണ്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ളവരുണ്ട് നമുക്കിടയിൽ, ഇങ്ങനെ നമുക്ക് ജീവിച്ചുകൂടെ, ഇങ്ങനെ നമുക്ക് ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ പ്രചോദനം തരാറുണ്ട് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞെന്ന് പറഞ്ഞ് വീട്ടില് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് പോലെ ജാജൂസ് ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അതായത് കുഞ്ഞു വേണം അങ്ങനെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താനാണ് കൂടുതൽ സമയം ആക്കിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ആണ് ആള്. അതെനിക്ക് വലിയ ഒരു സപ്പോർട്ടീവായിട്ടാണ്, എന്റെ മെന്റലി എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്നത് നല്ലതാണല്ലോ. അതായത് ഞാൻ ഒരുപാട് കാരണം അത്രയും നമ്മൾ ഡൗൺ ആകുമ്പോഴത്തേക്കും അടുത്തൊരാളും കൂടി നമ്മളെ അയ്യോ എന്തുകൊണ്ട് ഇത്രയും കിട്ടുന്നില്ല, ഇത്രയായിട്ടും ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളെ തളർത്തുന്ന ഒരു സംഭവം എന്റെ ലൈഫിൽ അത് വന്നിട്ടില്ല. എപ്പോഴും ആള് സമാധാനപ്പെടുത്തും. സത്യത്തിൽ എന്റെ മനസ്സിൽ കുറച്ചുകൂടി കൂടുതൽ വിഷമമാണ് തോന്നുന്നത്. എന്തിനാണ് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തിനാണ് എനിക്ക് ഇത്രയും സമാധാനപ്പെടുത്തുന്നത്, എന്റെ ആവശ്യമുണ്ടെന്നൊക്കെ തോന്നും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി. പിന്നെ ഡോക്ടറിനെ കണ്ടപ്പോ ഡോക്ടർ നമുക്ക് സാധാരണ ടാബ്ലറ്റും അതുപോലെ തന്നെ കുറച്ച് ഡയറ്റൊക്കെ അങ്ങനെയൊക്കെ നോക്കി, ഞാൻ പറഞ്ഞല്ലോ ഡയറ്റൊക്കെ നോക്കാറുണ്ടെന്ന്. അങ്ങനെ ഡയറ്റ് എല്ലാം നോക്കിയായിരുന്നു. പിന്നെ അങ്ങനെ പോയി. പിന്നെ അടുത്ത് ഡോക്ടർ വീണ്ടും പറഞ്ഞത് വേറെ ഒന്നിലോട്ട് പോകണ്ട, തൽക്കാലം നമുക്ക് ഇനി ഒരു IUI കൂടെ ചെയ്ത് നോക്കാം, IUI ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഇതായി കേട്ടോ. കാരണം ഇത്രയും വർഷത്തെ ട്രീറ്റ്മെന്റ് അല്ലേ, ഇത്രയും വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മാത്രം ഉള്ളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തുകൊണ്ട്, അതായത് ഇതിനൊരു ഉത്തരവില്ലല്ലോ നമ്മുടെ കയ്യിൽ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അത് സോൾവ് ചെയ്യാൻ നോക്കാമായിരുന്നു മാക്സിമം. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ അതാണ് റീസൺ എന്ന് നമുക്ക് വെക്കാം. അപ്പോ അറിയാത്ത ഒരു റീസൺ പോലെ ആയിപ്പോയി. കാരണം ഞാൻ പറഞ്ഞ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഡയറ്റിങ്ങും എക്സസൈസിങ്ങും ഒക്കെ ചെയ്തു. അപ്പൊ നിനക്ക് ഒരു സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ വീണ്ടും ഒരു IUIക്ക് ഞാൻ തയ്യാറായി. ആ സമയത്ത് മാക്സിമം എന്റെ സത്യത്തിലേക്ക് കയ്യിൽ പോയി എന്ന് വേണം പറയാന്. 6 IUI ആയപ്പോഴത്തേക്കും 6ാമത്തെ IUI ചെയ്തു കേട്ടാ. ഇതിനൊന്നും എന്റെ ആയുസ് ആ സമയത്ത് ഒന്നും സപ്പോർട്ടല്ല. ഈ 5ാമത്തെ 4 വരെ ആള് ഓക്കെയാണ്, എന്റെ കൂടെ നിന്നു. IUI ചെയ്യൂ, കുഴപ്പമില്ല എന്ന് വെച്ചാല് വേണ്ട കുറച്ച് മാസത്തെ ഗ്യാപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. 4-5 മാസം ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് ചെയ്യാന്ന്. പക്ഷെ 5ാമത്തെ 6ാമത്തെ IUI ഒന്നും ചെയ്യാൻ എന്റെ കൂടെ സപ്പോർട്ട് പറ്റുന്നില്ല. വേണ്ട, ഇത്രയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, എന്റെ ഫ്രണ്ടിൽ ഇത്രയും വേദന സഹിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 5ാമത്തെ 6ാമത്തെ IUI ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആള്. പക്ഷെ എന്റെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ 5ഉം 6ഉം 5ാമത്തെ 6ാമത്തെ IUIക്കും തയ്യാറായത്. അങ്ങനെ 6ാമത്തെ IUI നിർഭാഗ്യവശാൽ ഫെയിലിയറായി, അതും നെഗറ്റീവായി. അത് എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഇനിയുള്ള വഴി എന്താണെന്നുള്ളത് എന്റെ ഫ്രണ്ടിലെ വാതിലുകൾ അടഞ്ഞതുപോലെ ആയിപ്പോയി. എന്നാലും എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട്. എങ്ങനെയെങ്കിലും സാധാരണ പലർക്കും പല രീതിയിലും ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്തിട്ടും കിട്ടാത്തവർക്ക് നോർമലായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കഥകൾ പറഞ്ഞു കേട്ടു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പലരും ചിലപ്പോ ഈ 5 വർഷത്തിനിടയിൽ ആരും ഞങ്ങളത് ചോദിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ
ചോദിക്കാതെ ചോദിച്ചവരുണ്ട്. എന്തുകൊണ്ട് കുട്ടികളായില്ല, എന്തിത്ര താമസിക്കുന്നതൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചവരുണ്ട്. ആർക്കും ഉത്തരങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒഴിഞ്ഞു മാറാറേ ഉണ്ടാകാറുള്ളൂ. എന്തെങ്കിലും ചെറിയ പറ്റുന്ന പോലത്തെ ചെറിയ ഉത്തരങ്ങളൊക്കെ കൊടുക്കും. ആകെ വലിയ ഡീപ്പായിട്ടുള്ള ഇതൊന്നും ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണുണ്ട് ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നടക്കുമ്പോ നടക്കട്ടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് 6ാമത്തെ അയ്യം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഒരു മാസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയായിരുന്നു. ഡോക്ടർ ഇനി എന്താണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പിന്നെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് IVF ആണ്. IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, പക്ഷേ IVFന് വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് IUI 2 തവണ കൂടെ ചെയ്ത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് IVF ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് 2 തവണ കൂടി IUI ചെയ്യാം. കാരണം IUIയിലുള്ള പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷ പോയി. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ പോസിറ്റീവ് ആയെങ്കിൽ കൂടി എനിക്ക് ഈ 6 തവണ ചെയ്തിട്ടും കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ പ്രതീക്ഷകളായി പോയി. IUIയിൽ എന്തെങ്കിലും എനിക്ക് കിട്ടത്തില്ല, IUI ട്രീറ്റ്മെന്റിലൂടെ എന്തായാലും എനിക്ക് കിട്ടത്തില്ല എന്നുള്ള ഒരു സംഭവം മനസ്സിൽ പറഞ്ഞു. അപ്പൊ ഡോക്ടർ 2 തവണ കൂടി ഒന്ന് പറഞ്ഞു, വേണ്ട ഡോക്ടർ എനിക്കത് പറ്റത്തില്ല. ഇപ്പൊ ഡോക്ടർ പിന്നെ പറഞ്ഞത് നമുക്ക് IVF ആണ് പിന്നെ പറ്റുന്നത്. IVF ചെയ്യാം, ക്ഷമിവില്ലിങ്ങനെ നമുക്ക് IVF നോക്കാന്ന് പറയും. അപ്പൊ ഞാന് ഓക്കെ പറഞ്ഞു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹം ഉള്ളതിന്റെ പേരിൽ ഞാനും ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഇരിക്കുന്നതിൽ IVF ആണ് പിന്നെ ഇതിന്റെ ഒരു ലാസ്റ്റ് ഘട്ടമായിട്ട് ഞാൻ പിന്നീട് കണ്ടത്. IVF ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതിന്റെ പേരിൽ IVFിലൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായി. പക്ഷെ ഹസ്ബൻഡ് രാജ്യം ഒട്ടും വില്ലിങ് അല്ലായിരുന്നു IVF ചെയ്യാനായിട്ട്. കാരണം ഇത്രയും ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് നിന്നെ കൊണ്ട് പറ്റാത്ത നിനക്ക് എങ്ങനെയാണ് IVF നീ ചെയ്യാൻ പോകുന്നത്? IVF അത്രയ്ക്ക് മാത്രം ഹോർമോൺ ഇഞ്ചക്ഷൻ ഉണ്ട്, അത്രയ്ക്ക് മാത്രം മരുന്നുകൾ എടുക്കണം, അത്രയ്ക്ക് മാത്രം റെസ്റ്റ് എടുക്കണം. ഇതെല്ലാം നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംഭവം. അതിന്റെ പേരിൽ നമുക്കത് വേണ്ടാന്ന് വയ്ക്കാം, നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ പോകാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം രായ്സിയെ കൺവിൻസ് ചെയ്യാനാണ് നോക്കിയത്. ഇല്ല രായ്സി, ഇങ്ങനെ IVFിലൂടെ പലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഓക്കെ ഡോക്ടർ നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് IVFന് വേണ്ടിയിട്ട് വേറൊരു ഡോക്ടറെയാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നിട്ട് അടുത്ത മാസം വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പീരിയഡ്സ് ഒക്കെ ആയിട്ട് അടുത്ത മാസം പോയി ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം പോകാന്നുള്ളത് അടുത്ത മാസം രാജ്യത്തിനെ കൊണ്ടുപോയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. കാരണം കഴിഞ്ഞ മാസം എനിക്ക് നോക്കിയതല്ലേ. അപ്പൊ അതിന്റെ പേരിൽ ഇനി പറ്റത്തില്ല, 2-3 മാസം റെസ്റ്റ് എടുത്തിട്ട് മാത്രമേ ഇനി കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അടുത്ത മാസം കൊണ്ടുപോകാൻ പ്രതീക്ഷ തരും, പക്ഷെ കൊണ്ടുപോയില്ല. ആ സമയം ആകുമ്പോഴത്തേക്കും കൊണ്ടുപോയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇല്ല പറ്റത്തില്ല, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യുന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നീട് ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത മാസം ഉറപ്പായിട്ട് ഞാൻ കാണിച്ചിരിക്കും, IVFന് ഞാൻ ഡോക്ടറെ കാണാൻ പോകും എന്ന് പറഞ്ഞു. അപ്പം ഡാലിസിന് സത്യം പറഞ്ഞാൽ ഓക്കെ വില്ലിങ് ആയി. ഇനി എന്തായാലും ഇയാൾ പറയും പോലെ തന്നെ കൂടെ നിൽക്കാന്നുള്ള രീതിയിൽ വില്ലിങ് ആയി. അപ്പം പിന്നെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ചാല് ഓക്കെ ഇനി ഇതിനിടയ്ക്ക് ഞാൻ വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. അതായത് IVF ചെയ്യാൻ പോയല്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പല്ല് വന്നിട്ട് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ ആ പല്ലില് ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന വരും, ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുള്ളൂ. എന്തെങ്കിലും കട്ടിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വേദനിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴൊന്നും വേദനിക്കാറില്ല കേട്ടോ. അപ്പൊ ഒരു തവണ റൂട്ട് കനാൽ ചെയ്ത പല്ല് തന്നെയാണ്. അപ്പൊ എനിക്ക് ഞാൻ എന്തോ കണ്ടിട്ട് ഒരു വീഡിയോസ് എന്തോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ അത് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രാജ്യത്തിൻ്റെ അടുത്ത് പറഞ്ഞ രാജ്യം എൻ്റെ ഈ പല്ല് അത് കൊണ്ടുപോയി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് അത് റീറൂട്ട് കനാൽ ചെയ്യണം, അത് IVF ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയത്
കൊണ്ടുപോയി റൂട്ട് കനാലിന്റെ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി അത് റൂട്ട് കനാൽ ചെയ്യണം, ചെറിയൊരു ഇത് പ്രശ്നമുണ്ട് പല്ലിന്, അപ്പൊ അതിന്റെ പേരിൽ ഒന്നിന്ന് റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു. അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് ഞാൻ പോയത്. ഒരു ഇതിൽ അപ്പം എന്താണ് അവര് ഫസ്റ്റ് നമുക്ക് ആന്റിബയോട്ടിക് തരുമല്ലോ, അപ്പൊ ആന്റിബയോട്ടിക് തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിക്കാൻ തന്നിട്ട് പിന്നീട് പല്ല് അത് റെഡിയാക്കാനാണ് വേണ്ടി പോയത്. പല്ല് എടുക്കാനല്ല, പല്ല് വീണ്ടും റൂട്ട് കനാൽ വേണ്ടി ചെയ്യാൻ പോയത്. അങ്ങനെ അത് റൂട്ട് കനാൽ വേണ്ടി ചെയ്ത് വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്ന് എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആ പല്ല് റൂട്ട് കനാൽ ചെയ്ത ആ ഒരു പല്ല് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി. ഭയങ്കര വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിറ്റേന്ന് രാവിലെ തന്നെ ആ വേദന ഞാൻ സഹിച്ചിങ്ങനെ ഇരുന്ന് രാവിലെ ആയപ്പോൾ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോവാണ്. കാരണം ഡോക്ടർ അപ്പോൾ വീട്ടിലേക്ക് വരാൻ സമയത്തേക്ക് വേറെ ആന്റിബയോട്ടിക് ഒന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാരണം ഫസ്റ്റിലെ കഴിച്ചതിന്റെ പേരിൽ പിന്നീട് അതിന്റെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർ വിചാരിച്ചിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക് എല്ലാവരും കൊടുക്കുന്ന ആന്റിബയോട്ടിക് തന്നെയാണ് എനിക്ക് തന്നത്. ഈ കഴിച്ചാൽ മതി, ഇത് മാറിക്കൊള്ളും, വേദന മാറിക്കൊള്ളുന്നു. ഞാൻ ആ ടാബ്ലറ്റ് എടുത്തിട്ട് വീട്ടിൽ വന്നു. ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് വേദന കൂടുന്നല്ലാതെ കുറയുന്നില്ല. പെയിൻ കില്ലർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സാധാരണ പെയിൻ കില്ലർ തന്നിട്ടുണ്ട്. പെയിൻ കില്ലർ കഴിച്ചിട്ട് എനിക്ക് മാറുന്നില്ല. വീണ്ടും വീട്ടിൽ വന്നിട്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും ഉച്ചയ്ക്ക് പോവുകയാണ്. രാവിലെ ഡോക്ടറിനെ കണ്ടിട്ട് വന്ന് ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വന്ന് ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് പെയിൻ കില്ലർ കഴിച്ചിട്ട് വീണ്ടും ഡോക്ടറിനെ കാണാൻ പോകും. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്നൊക്കെ പറയുന്നു. ഡോക്ടർ അവിടെ വെച്ച് എനിക്ക് പെയിൻ കില്ലർ വേറെ തരുന്നുണ്ട്, അപ്പൊ അതും കഴിച്ചിട്ട് വീട്ടിൽ വരാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ വീണ്ടും വേദന കൂടുന്നു. വീണ്ടും ഞാൻ ഡോക്ടറിനെ വിളിക്കുന്നു. ഡോക്ടറിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, കാരണം വേദന നിൽക്കുന്നില്ലല്ലോ. ഡോക്ടറിന് ഭയങ്കര ടെൻഷനായിരുന്നു, വേദന നിൽക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും എനിക്ക് വേദന മാറുന്നില്ല. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, വേറൊരു ആന്റിബയോട്ടിക് തന്നു. തന്നത് മാറ്റിയിട്ട് വേറെ ആന്റിബയോട്ടിക് തന്നു. ആ ആന്റിബയോട്ടിക്കിലും രക്ഷയില്ല, എല്ലാം റിജക്റ്റ് ആയി പോവാണ്. എല്ലാം റിജക്റ്റ് ആയി പോയിട്ട് ഒരു ആന്റിബയോട്ടിക് എനിക്ക് അത് എഫക്റ്റ് ആകുന്നില്ല. അങ്ങനെ ഒരു 2-3 ദിവസം ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് ഒരു ദിവസം ഞാൻ ഒരു 8ഓളം പെയിൻ കില്ലർ കഴിച്ചു കേട്ടോ. അതപ്പോ എല്ലാവരും അറിഞ്ഞവരൊക്കെ സത്യത്തില് ഇത്രയും പെയിൻ കില്ലേഴ്സ് നീ കഴിച്ചോ എന്ന് വരെ ചോദിച്ചു. കാരണം എനിക്ക് അത്ര വേദനയാണ്, അതായത് പല്ല് സഹിക്കാൻ പറ്റാത്ത വേദനയിൽ എനിക്ക് മാറി. ഇരുന്ന പല്ലിന് വലിയ കുഴപ്പമില്ലായിരുന്ന പല്ലിന് ഞാൻ ഇത്രയും വലിയൊരു വേദന വാങ്ങി വെച്ചല്ലോ എന്നുള്ള സഹിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഭയങ്കര ഇൻഫെക്ഷൻ കൂടിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു, രക്ഷയില്ല. ഇത്രയും ഗുളികകൾ കഴിച്ചു, മാറുന്നില്ല. ആന്റിബയോട്ടിക് മാറി ഞാൻ ഇഞ്ചക്ഷനായിട്ട് എടുക്കാൻ തുടങ്ങി, ട്രിപ്പായിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഇട്ടു കേട്ടോ. അപ്പം ഒരു 4-5 ദിവസം വരെ ഡോക്ടറിന്റെ അടുത്ത് തന്നെയാണ് നിന്നത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഇനി പറ്റത്തില്ല, ഇനി ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ഡോക്ടറിന് ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാ ദിവസവും ഡോക്ടറിനെ വിളിച്ച് ചോദിക്കും കേട്ടോ. രാവിലെയും രാത്രിയിലൊക്കെ ഡോക്ടർ വിളിച്ച് ചോദിക്കും, എന്തായി പല്ലുവേദന എന്തായി എന്ന് പറഞ്ഞിട്ട്. എനിക്കിവിടെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഞാൻ ലൈഫിൽ അനുഭവിച്ച വലിയ വേദനയായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നോക്കാൻ പറ്റില്ല, ഹയർ ഹോസ്പിറ്റലിൽ തന്നെ പോകണം, ഒന്നെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ കിംസിൽ പോകാം. അങ്ങനെ 2-3 ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഈ വേദനയെ വെച്ചിട്ട് ഇനി ഇരിക്കാൻ പറ്റില്ല, കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അങ്ങനെ ഞാൻ ഫ്ലെയറപ്പ് ആയി പോയിന്നാ അങ്ങനെ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ കിംസിലേക്കാണ് പോയത് കേട്ടോ. കിംസിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പല്ല് നമുക്ക് ഇതിങ്ങനെ വെച്ച് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റുള്ള പല്ലാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കഴിക്കാനൊക്കെ യൂസ് ചെയ്യണ പല്ലാണ്. അപ്പൊ ഈ പല്ല് നമുക്ക് ഇങ്ങനെ വെച്ച് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബസ്സൊക്കെ എടുത്തിട്ട് മുംബൈക്ക് എന്തോ അയച്ചു കൊടുക്കണം, ബാംഗ്ലൂർ മുംബൈക്ക് എന്തോ അയച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ദിവസം ആകും റിസൾട്ട് വരാനായിട്ട്. എന്നിട്ട് മാത്രമേ നമുക്കത് വെച്ചിരിക്കണോ അതിനനുസരിച്ചിട്ടുള്ള ആന്റിബയോട്ടിക് നമുക്ക് തരാൻ പറ്റുള്ളൂ. ഏത് ആന്റിബയോട്ടിക് ആണ് എഫക്റ്റീവ് ആകുന്നത് അത് തരാൻ പറ്റുള്ളൂ. അതുവരെ വേദന സഹിക്കാൻ പറ്റും. ഇല്ല, പറ്റത്തില്ല, അത്രയും വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് പല്ലെടുക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഡോക്ടേഴ്സ് പറഞ്ഞു.
അങ്ങനെ എൻ്റെ ആ ഒരു പല്ലെടുത്ത് മാറ്റേണ്ടി വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം അതിൻ്റെ പുറകെ ഞാൻ നടന്നു. 5 ദിവസം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ 3-4 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പല്ലെടുത്തിട്ട് അഡ്മിറ്റാക്കി കേട്ടോ, അഡ്മിറ്റാക്കി. കാരണം ഇതെങ്ങനെയാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് അറിയാതെ തന്നെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ. കാരണം അത്രയും വേദനയോടെ അത്രയും ഇൻഫെക്ഷനോടെ ഒക്കെയാണ് ഞാൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ അഡ്മിറ്റായി, എല്ലാം കഴിഞ്ഞു. പിന്നീട് വീട്ടിലേക്ക് വന്നു. പിന്നീട് ആന്റിബയോട്ടിക്സ് ഒക്കെ തന്നായിരുന്നു. പിന്നെ ഓക്കെ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസത്തെ ഇടയ്ക്ക് ചെക്കപ്പിന് പോയായിരുന്നു. അതങ്ങ് ഓക്കെ ആയി കേട്ടോ. പല്ലെടുത്ത് കഴിഞ്ഞു. പക്ഷെ ഞാൻ സഹിച്ച വേദനയൊക്കെ അങ്ങ് മാറി. അപ്പോൾ IVF ട്രീറ്റ്മെന്റിന് ഈ ഒരു പണി തരുമോ എന്ന് വിചാരിച്ചത് ഞാൻ തന്നെ വലിയൊരു പണിയാക്കി മാറ്റി. എന്തായാലും അത് മാറി കിട്ടി. പല്ലെടുത്ത് മാറ്റിയപ്പോഴത്തേക്കും പിന്നീട് സമാധാനമായി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അവസ്ഥകളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഈ പ്രഗ്നൻസി ആയിട്ട് ഞാൻ നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നീട് 1 മാസത്തെ ഗ്യാപ്പ് വന്നു. പല്ലൊക്കെ വീണ്ടും റെഡിയാക്കി പഴയതുപോലെ വരണമല്ലോ. കംപ്ലീറ്റ് ആ മുറിവൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് IVF പിന്നീട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹീലായതിനു ശേഷം മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ. 1 മാസം കഴിഞ്ഞ് പിന്നെ അടുത്ത 2ാമത്തെ മാസമായി. 2ാമത്തെ മാസമായപ്പോഴത്തേക്കും ഞാൻ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുള്ള ഈ ആന്റിബയോട്ടിക് ഒക്കെ ശരീരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ എൻ്റെ കൂടെ തന്നെ ഞാൻ എക്സസൈസും സ്റ്റാർട്ട് ചെയ്തു. മനസ്സിനെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് മന്ത് IVF ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അടുത്ത മാസം IVF പോയേ പറ്റുള്ളൂ. വീട്ടിലുള്ളവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതായിട്ട് മാറിയത്. അതില് രാജസീയ തന്നെയാണ് മാക്സിമം അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നത് എനിക്ക്. അതായത് IVF ട്രീറ്റ്മെന്റിന് പോകാൻ കുഴപ്പമില്ല. ഇതുപോലെ ബാക്കിയുള്ളവരെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. കൊണ്ടുപോയി വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. കണ്ടവർക്കൊക്കെ പോസിറ്റീവായി, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. കുറെ നേരം സംസാരിച്ചതിന്റെ ആ ഒരു കിടപ്പുണ്ട് എനിക്ക്. നല്ലതുപോലെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അപ്പൊ ഓക്കെ. അപ്പൊ നിന്റെ ശരീരം നല്ല വീക്കാണ്. രാജ്യം പറയും നന്നായിട്ട് നല്ല വീക്കാണ്. ഇത്രയും ഇൻഫെക്ഷനും മരുന്നുകളൊക്കെ എടുത്തിരിക്കുന്നതിന്റെ പേരിൽ നല്ല വീക്കാണ്. നന്നായിട്ട് നീ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് നോക്കാം. നീ ഓക്കെ ആണെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ പക്ഷെ അതിന് നന്നായിട്ട് നീ ശരീരം കൂടി നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എക്സസൈസ് ആഴ്ചയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ പോയി ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഞാൻ കൂടെ പോയി ചെയ്യുന്നു. അപ്പം കൂടെ പോയി ചെയ്യുമ്പോഴത്തേക്ക് ആഴ്ചയിൽ 2 ദിവസമേ പോകുള്ളൂ. പിന്നീട് ഭയങ്കര റെസ്റ്റിന്റെ സമയമായിരിക്കുമല്ലോ. അയ്യോ അനങ്ങാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ ആ ഒരു സംഭവം ഇപ്പൊ എനിക്കില്ലായിരുന്നു. എനിക്കൊരു ശരീരം എങ്ങനെ റെഡിയാക്കി എടുക്കണം, അതായത് എല്ലാറ്റിനും അതെല്ലാം താങ്ങാനുള്ള ഒരു ശരീരമാക്കി മാറ്റണം. അതായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു ഇത്. ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലുള്ളതാണ്. അപ്പൊ ഞാൻ ഇത്രയും വർഷം വരെ ഇത്രയും ട്രീറ്റ്മെന്റുകൾ എടുത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ ശരീരം ഇതെല്ലാം താങ്ങുമെന്നറിയില്ല. അപ്പൊ അതിന്റെ പേരിൽ അതിനുള്ള പ്രിപ്പറേഷൻ ആയി കേട്ടോ. ഞാൻ എക്സസൈസ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പോകായിരുന്നു. ആഴ്ചയിൽ 6 ദിവസത്തിൽ 5 ദിവസം മെയിനായിട്ട് പോകും. പറ്റിയാൽ 6 ദിവസം പോകും. അങ്ങനെ എന്നാലും മാക്സിമം എല്ലാ ദിവസവും പോകും കേട്ടോ. പോയിട്ട് സാധാരണ ഞാൻ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പോകാൻ മതി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഒരുപാട് ജോലിയുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഐസി ഒടിച്ചുകൊണ്ട് വരെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാം റെസ്റ്റ് എടുത്ത് ഇങ്ങനെ സ്പീഡിലെല്ലാം ചെയ്യരുത്, എല്ലാം റെസ്റ്റ് എടുത്ത് വേണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നീട് ആ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓക്കെ ആദ്യം തന്നെ ഞാൻ ഫോളോ ചെയ്തു. എത്ര സമയം വരെ നിൽക്കും അത്രയും സമയം വരെ നിൽക്കും മാക്സിമം. എന്നാൽ മാക്സിമം ഒരു 1.25 മണിക്കൂർ
കൂടി പറഞ്ഞാൽ 2 മണിക്കൂർ വരെ ഉണ്ടാവും. എക്സസൈസ് ചെയ്യും. ആദ്യത്തെ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് കുഴപ്പിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5 കിലോയുടെ വെയിറ്റ് എടുക്കുന്നത് ഞാൻ, പിന്നെ അടുത്ത ദിവസം വന്ന് 7.5 കിലോയുടെ വെയിറ്റ് എടുക്കും. അപ്പം ഈ സത്യത്തിൽ ഇത് എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കില്ല ഐസിയുടെ അടുത്ത്. കണ്ടോ ഐസി ഇപ്പൊ വന്ന് ഞാൻ തന്നെ പെട്ടെന്ന് ഇതെല്ലാം എടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ അങ്ങനെ ഐസിയുടെ കൂടെ ഒപ്പം എത്താനുള്ള ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ വെയിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. വെറുതെ എടുക്കാൻ സമ്മതിക്കത്തില്ല, പക്ഷെ ഇരുന്നാലും ഇന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും. കണ്ടോ അവനെ കുറച്ച് നന്നായിട്ട് ചെയ്യണുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പക്ഷെ ഞാൻ പോയിട്ട് എല്ലാ ദിവസവും ഞാൻ കൂടെ എക്സ്ട്രാ ഞാൻ ചെയ്യാൻ തുടങ്ങിയ എക്സസൈസിൽ എക്സ്ട്രാ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, അതായത് നൈറ്റ് സമയങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു 6 മണി സമയത്തൊക്കെയാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 8 മണി വരെ ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇതില് ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ട്രെഡ്മില്ലിൽ കയറും കേട്ടോ. കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് നടക്കും. നടന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടും. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ ട്രെഡ്മില്ലിൽ ചിലവഴിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഒരു 20 മിനിറ്റ് ട്രെഡ്മില്ലിൽ ഓടും. എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഒരു മന്ത് ആയപ്പോഴത്തേക്കും, അതായത് അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള IVF വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതെല്ലാം. അത് ഓർക്കണം. അങ്ങനെ ഒരു ലാസ്റ്റ് ദിവസത്തിൽ ഞാൻ മറ്റേ ഇതേപോലെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അടുത്ത വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കൈയൊന്നും അനങ്ങുന്നില്ലായിരുന്നു. അതായത് ഭയങ്കര ഒരു തളർച്ച ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട്. അതായത് ഭയങ്കര തലചുറ്റൽ പോലെയൊക്കെ എനിക്ക് വന്നു, ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ ഇത് ഐസിന്റെ അടുത്ത് ഷെയർ ചെയ്യൊന്നും ചെയ്യുന്നില്ല. കാരണം പറഞ്ഞാലുടനെ അത് അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയും, പെട്ടെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പം അതുപോലെ തന്നെ ഡേറ്റ് ഇങ്ങനെ വന്ന് പീരിയഡ്സിന്റെ ഡേറ്റ് ഒക്കെ ഒരു ദിവസം മാറിയിട്ടേ ഉള്ളൂ. പീരിയഡ്സിന്റെ ഡേറ്റ് ഒരു ദിവസം മാറിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് എങ്ങനെ ഒരു വിഷയം പറയുന്നില്ല, ഐസിൻ്റെ ഞാൻ ഇത് അറിയിക്കുന്നില്ല. ഐസി ഇങ്ങനെ പീരീഡ് ഒരു ദിവസം മാറിയിരിക്കണമെന്നോ അങ്ങനെ ഒന്നും പറയാനില്ല. കാരണം ഇത്രയും വർഷത്തിൽ ഇത്രയും മാസങ്ങളിൽ ഞാൻ മാറിയിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് കൊടുത്തിട്ട് എല്ലാം നിരാശയായതിന്റെ പേരിൽ ഞാൻ അങ്ങനെ ഒരു വിഷയം ഞാനത് പറയണേയില്ല. കാരണം എനിക്ക് സത്യത്തിൽ ഒരു ഉള്ളിലൊരു ഇതായിരുന്നു, അതായത് വേണ്ട, എന്തിനാണ് അതങ്ങനെ നമ്മളത് പറഞ്ഞ് വെറുതെ ഒരു അതൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ, അപ്പൊ അതങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വയം ഇരുന്നിട്ട് ഞാനിരുന്ന് ഈ ഷോൾഡറിന്റെ എന്നാണ് തോന്നട്ടോ. ഞാനത് വീണ്ടും ഇരുന്ന് വലിക്കുകയാണ്, വീണ്ടും ഒരു 5 കിലോയുടെ കൂട്ടിയിട്ടിട്ട് വെച്ചിട്ട് വലിക്കുകയാണ്. എന്നിട്ട് പക്ഷെ പറ്റില്ല, എന്നെ കൊണ്ട് നല്ലതുപോലെ തലചുറ്റല് വന്നു. ഞാൻ നേരെ പോയി ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഞാൻ പറയാണ്, വീട്ടിൽ ചെന്നിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ക്ഷീണം കാരണം രാജിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാജിച്ചിട്ട് ചെയ്യണ്ട, നിർത്തിക്കോ, വേറെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ രാജിച്ചിട്ട് പറയാം, രാജി നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണ്ടേ, ഡോക്ടറിനെ കാണണ്ടേ എന്ന് പറഞ്ഞു. ഒരാഴ്ച പറഞ്ഞു, അപ്പോൾ സമയമായി, ഡോക്ടറിനെ കാണാൻ സമയമൊക്കെ ആയെന്ന് കേട്ട്. ഞാൻ ഡോക്ടറിനെ കാണാൻ സമയമായി എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഇത് ഇങ്ങനെ ഒരു ഉള്ള കാര്യം എനിക്ക് പറയാൻ സത്യത്തില് ടെൻഷനായിരുന്നു. ഇത് എങ്ങനെ ഇത് പറയും, കാരണം ഇത് ഒരു വിഷയം ഇല്ലല്ലോ, പിന്നെ പറയണ എന്തിനാ എന്നുള്ളൊരു സംഭവം എന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം നമ്മൾ ഐസിനെ ചോദിച്ചത്, അതായത് നമ്മൾ പീരിയഡ്സ് ഒക്കെ ആയിട്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് പോകണം എന്നാണ് ഡോക്ടറിന്റെ അടുത്ത് പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ആയിട്ടില്ല, ഒരു ദിവസം മാറിയിട്ടുള്ളൂ, എങ്കിൽ പിന്നെ നമുക്ക് 2 ദിവസം കൂടെ നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു ഐസി. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ നാളെ തന്നെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നാളെ തന്നെ പോയേ പറ്റുള്ളൂ, ചിലപ്പോൾ ഞാൻ ഹോർമോൺ ചേഞ്ചസ് കാരണം ഡേറ്റ് മാറിയിരിക്കുന്നതാണെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് നാളെ തന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ലൈസോണ്ടെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കാർഡ് നോക്കിയിട്ട്, ഒരു ദിവസമെങ്കിലാണെങ്കിൽ ഒരു ദിവസം കുഴപ്പമില്ല, ഞാൻ ഒരു കാർഡ് ഒന്ന് നോക്കിയിട്ട് അത് നമുക്ക് ഹോസ്പിറ്റലിൽ നേരെ പോകാം, അങ്ങനെ ഹോർമോൺ ചേഞ്ചസ് കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റി നമുക്ക് അപ്പം ടാബ്ലറ്റ്സ് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാർഡ് വാങ്ങിയിട്ട് വന്നു.
വെറുതെ നോക്കിയതായിരുന്നു കേട്ടോ. ഞാൻ ഒരു കാരണം എനിക്ക് അത്യാവശ്യം എനിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്ത് എത്തണം, IVF സ്റ്റാർട്ട് ചെയ്യണം, ഇത് മാത്രമേ മനസ്സിലുള്ളൂ. എൻ്റെ പേരിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് നെഗറ്റീവ് ആകണം, എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോകണം IVFന് വേണ്ടിയിട്ട്. ഇതായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം മൊത്തം പ്രിപ്പയർ ചെയ്ത് വന്നോണ്ടിരുന്നത്. അങ്ങനെ അത് നോക്കിയിട്ട് ഞാനങ്ങ് മാറി കേട്ടോ. ഞാൻ അത് നോക്കിയിട്ട് ഞാൻ ഓക്കെ നോക്കിയിട്ട് ഞാൻ ഇതിങ്ങ് മാറിയായിരുന്നു. പുറത്തിറങ്ങിയിട്ട് പിന്നീടാണ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കയറി നോക്കുന്നത്, അകത്ത് കയറി നോക്കുന്നത് എന്തായി എന്നിട്ട് നോക്കിയിട്ട് പെട്ടെന്ന് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ഇതെന്താണ് ഈ സംഭവിച്ചിരിക്കുന്ന സംഭവം. ഇതുവരെയും ഞാൻ എത്രയോ കഥകൾ മാറി 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 നോക്കിയിട്ട് കാണാത്തൊരു സംഭവം ഒരു 2 ലൈൻ വന്നു കേട്ടോ. എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്താണ്, ഈ കാർഡ് എന്തെങ്കിലും പ്രശ്നമാണോ, കാർഡ് എന്തെങ്കിലും പ്രശ്നമായിട്ട് പോയോ, അതോ എനിക്കൊരു വല്ലാത്തൊരു ഭയം, ഒരു ടെൻഷൻ, എന്താണ് ഇത് സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല. കാരണം ഇത്രയും കാർഡുകൾ ഇങ്ങനെ നോക്കിയിട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ IVFന് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാർഡിൽ നോക്കുന്നതാണ്. അതും ഒരു ദിവസത്തിന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ലൈൻ ഇങ്ങനെ വന്നു. ഒരു സന്തോഷമുള്ള സംഭവമൊന്നും എനിക്ക് എന്താണ് എന്റെ മൈൻഡിൽ കൂടെ പോയെന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. സത്യമാണോ, ഇത് ഉള്ളതാണോ, കാർഡിന് എന്തെങ്കിലും കുഴപ്പം പറ്റി, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ഞാൻ IC വിളിച്ചിട്ട് വന്നിട്ട് IC ഞാൻ കാണിച്ചു, നമുക്ക് IC എന്ന് പറഞ്ഞിട്ട് IC കണ്ടിട്ട് സത്യം പറഞ്ഞ ഷോക്കായിട്ടാണ് വന്നത്. എന്നിട്ട് എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇതിങ്ങനെ തന്നെയാണോ എന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്. ജമ്മൂസി ഇതിങ്ങനെ തന്നെയാണോ വരണേ എന്നാണ് ചോദിച്ചത്. പറഞ്ഞ എനിക്കറിയില്ല IC, ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, എനിക്കറിയില്ല പിന്നെ IC ഉടൻ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാല് സമാധാനപ്പെടുന്നു പറഞ്ഞു. സമാധാനമായിട്ട് ഇരിക്കി. അപ്പോഴാണ് ഞാൻ അതുവരെ എൻ്റെ അടുത്ത് അതായത് എൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരു സംഭവം, ഞാൻ ഇതുവരെ ICയിൽ കണ്ടിട്ടില്ലാത്തൊരു സംഭവം കണ്ടത്. അതായത് ഇതുവരെയും എനിക്കാണ് കുഞ്ഞെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലാതെ അവർ സ്വന്തമായിട്ട് ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കത് എത്രത്തോളാണെന്ന് എനിക്കത് കാണിച്ചു തന്നിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു 2 ലൈൻ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ICയിൽ വന്ന ഒരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത്. എന്നെ ഭയങ്കരമായിട്ട് അത് കെയർ ചെയ്തിട്ട് അവിടെ ഇരിക്കി എന്നെക്കാൾ സന്തോഷം ഞാൻ ആ മുഖത്ത് എനിക്ക് കാണാൻ പറ്റി. എന്നിട്ട് ഞാൻ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു കാർഡും കൂടെ നോക്കാം, കാരണം ICക്ക് ഇത്രയും പ്രതീക്ഷ കൊടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓടിപ്പോയി ഒരു കാർഡ് കൂടി മേടിച്ചിട്ട് വന്നു. ആള് പെട്ടെന്ന് പോയി വേറെ അടുത്തൊരു കാർഡ് മേടിച്ചിട്ട് വന്നു. അപ്പൊ ആ കാർഡും കൂടെ നോക്കി, ഉടൻ തന്നെ കാർഡ് നോക്കി. ആ കാർഡിൽ കുറച്ച് ഇങ്ങനെ, മറ്റേ കാർഡാണെങ്കിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് വിസാരെടുപ്പ് ഈ കാർഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആ കാർഡിലും 2 ലൈൻ വന്നു. അതൊരു നിമിഷമായിരുന്നു, അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു 2 ലൈൻ കണ്ടത്. എങ്ങനെ പറയണമെന്നറിയില്ല ആ ഒരു നിമിഷം. കാരണം ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്ത് വന്നിട്ട് ഈ ഒരു മാസം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മാസമായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനൊരു നോർമലായിട്ട് ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് അങ്ങനെ നോർമലായിട്ടൊരു കാര്യം നടക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതിങ്ങനെ എനിക്ക് സംഭവിച്ചു എന്നുള്ള ഇതായിപ്പോയി. പിന്നീട് സത്യത്തിൽ ഇത് ഒരു പേടിയാണ് ഒരു സൈഡിൽ നിന്നുണ്ടായത്. എന്ത് ചെയ്യും, ഞാൻ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളത്. ഉടൻ തന്നെ ഞങ്ങള് എന്തായാലും ഇത് ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ചെന്ന് പറഞ്ഞു നോക്കാം. നേരെ നമ്മള് ഡോക്ടറിന്റെ അടുത്താണ് വന്നത്. ഡോക്ടറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു
ഇങ്ങനെയാണ് ഡോക്ടർ കാർഡ് കണ്ടു. ഡോക്ടർ ഭയങ്കര സന്തോഷം സത്യത്തിൽ കണ്ടപ്പോ തന്നെ. ഷമി, നീ ഒരു ഗുഡ് ന്യൂസ് ആണോ നീ അറിയിക്കാൻ പോണതിന്റെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, ഗുഡ് ന്യൂസ് ആണോ എന്ന് ചോദിച്ചു. അമ്മന്നെ ഡോക്ടർ ഇങ്ങനെ കാർഡിൽ ഇങ്ങനെ ഇത് കണ്ടു. അപ്പൊ അത് കാർഡ് എങ്ങാനും ഫെയിലിയർ ആയി പോയി ഫേക്കാണോ എന്നറിയില്ല, കാർഡിന്റെ പ്രശ്നമാണോ, കാർഡിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല, അത് തന്നെയാണ് അത് പോസിറ്റീവ് തന്നെയാണ്, കാർഡിന് 2 ടൈം വന്നെങ്കിൽ അത് പോസിറ്റീവ് തന്നെയാണ്, കാർഡിനൊന്നും പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ബ്ലഡ് ടെസ്റ്റില് സിജിയില് പോസിറ്റീവ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ആ പോസിറ്റീവ് എന്നുള്ള ആ ഒരു സംഭവം പിന്നെ ഒരു 2 ദിവസം ഇടവിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടേയിരുന്നു. എല്ലാം കൂടി വരുന്നത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ രാജ്യത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്നെക്കാളും എന്തുമാത്രം ആൾ ആഗ്രഹിച്ചിരുന്നുവെന്ന് പിന്നീടാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. എനിക്കൊപ്പം ഞാൻ ആഗ്രഹിച്ചതിനെ അതിനോടൊപ്പം നിന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു വിശേഷമായി അറിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കെയർ ചെയ്യണ രീതി ഉണ്ടല്ലോ, അപ്പൊ അത് നമുക്കത് മനസ്സിലാവും എത്രത്തോളം ആള് ഇത് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങനൊരു ന്യൂസ് കേൾക്കാനായിട്ട് പിന്നീട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ മാസവും നമുക്ക് അതായത് ഒന്നും പിന്നെ എല്ലാം ഞങ്ങളെ ഡോക്ടറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സത്യം പറഞ്ഞാല്. അപ്പോ ഡോക്ടർ തന്നെ എല്ലാം അതായത് എനിക്ക് ആവശ്യത്തിന് അധികവും തരേണ്ട മരുന്നുകളൊക്കെ, അതായത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ, എല്ലാ മരുന്നുകളും അഡ്വാൻസ് ആയിട്ട് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അതായത് എങ്ങനെയും ബേബീനെ കൊണ്ടുവരണം, കുഞ്ഞിനെ കൊടുക്കണം ആളിന് എന്നുള്ള ആ ഒരു ആഗ്രഹം ഡോക്ടറിനെ കാണുമ്പോഴൊക്കെ ഡോക്ടറിന്റെ മുഖത്തുണ്ടായിരുന്നു. എപ്പോഴും അതെന്റെ അടുത്ത് പറയുകയും ചെയ്യും. ഇപ്പൊ അതായത് എപ്പോഴും സ്പെഷ്യൽ കെയർ തന്നുകൊണ്ടേയിരുന്നു എനിക്ക്. കാരണം ഡോക്ടറിന് അറിയാം ഞാൻ ഓരോ തവണയും ഡോക്ടറിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഇങ്ങനെ ഫെയിലിയർ നെഗറ്റീവ് ആണെന്ന് ചെന്ന് പറയുമ്പോൾ പലതവണ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള ഡോക്ടർ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ഡോക്ടറിന് അത് ഉണ്ടാവും മനസ്സിൽ. അപ്പൊ അതിന്റെ പേരിൽ ഇത് ഡോക്ടർ അതായത് സ്പെഷ്യലായിട്ട് തന്നെയാണ് സ്പെഷ്യൽ കെയർ എന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്റെ കാര്യത്തില് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ എനിക്കും അത് ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഓരോ തവണയും ഓരോ ചെക്കപ്പുകൾ മാറി വന്നുകൊണ്ടേയിരുന്നു. അതിന്റെ പേരിൽ എനിക്ക് ഇതൊന്നും ഈ സാധാരണ നമ്മള് ഷോർട്സിലും റീൽസിലൊക്കെ കാണത്തില്ലേ, ഇങ്ങനെ കാർഡൊക്കെ നോക്കിയിട്ട് സർപ്രൈസ് ആയിട്ടൊക്കെ പറയും പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അതെല്ലാം ഞങ്ങൾ 2 പേർക്കിടയിൽ മാത്രം നിന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആരുടെടുത്തും എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനൊരു വിശേഷം തന്നെ ഞങ്ങള് ഏകദേശം ഒരു 2-2.5 മാസം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ റിലേറ്റീവ്സിനെ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരടുത്തും. അങ്ങനെ ഉടൻ തന്നെ ഇങ്ങനെ ഒരു വിശേഷം അറിഞ്ഞുകൊണ്ട് തന്നെ ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ടാ എല്ലായിടത്തും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നേരത്തെ പറഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് വിഷമമാവണ്ടല്ലോ. കാരണം നമ്മൾ ഇത്രയും ദിവസം വരെ പെയിൻ അനുഭവിച്ചു, അത് പുതുതായിട്ട് ഇനി അറിയുന്നവരത് അനുഭവിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരത്തും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പോലും എനിക്കിത് ഇങ്ങനത്തെ ഒരു വിശേഷം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ പോയത്. അങ്ങനെ 4ാമത്തെ മാസം ആയപ്പോഴത്തേക്കും ഇതേപോലെ സർവീസിന്റെ ലെങ്ത് കുറവാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു. സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞാൽ എന്താണ് റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സാധാരണ ചിലർക്കെങ്കിലും റെസ്റ്റ് എടുത്താൽ മാത്രം മതി, ബെഡ് റെസ്റ്റ് മാത്രം മതി, അത് പിന്നീട് കൂടിക്കോളും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അത് റിസ്ക് എടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ സ്റ്റിച്ച് മസ്റ്റായിട്ട് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞു പിന്നീട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് തന്നെ ആയിരുന്നു. 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ കട്ടിലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടാ
കട്ടിന്റെ കാലിലൊക്കെ ഇങ്ങനെ കട്ടയൊക്കെ വെച്ച് പൊക്കി വെച്ചിട്ട് അങ്ങനെയായിരുന്നു കിടന്നിരുന്നത് കേട്ടോ 2 മാസം വരെ. അത് കഴിഞ്ഞു. അതും ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഓരോ കടമ്പുകളിൽ കടന്നു കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എല്ലാ സമയത്തും നമ്മൾ ഇതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻ കൂട്ടി 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 കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നോർമലായിട്ട് ഇങ്ങനെ പോവായിരുന്നില്ല. ഒരുപാട് റെസ്റ്റ് എടുത്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2 മാസം വരെ നല്ലതുപോലെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് എണീച്ച് നടക്കാം, ഒരുപാട് ജോലികളൊന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഒരുപാട് നടക്കണ്ട, ഒരുപാട് നിൽക്കണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ ചാനലിൽ റെസിപ്പികളൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി. റെസിപ്പികളെ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റാതെ പോയി. കാരണം ഞാൻ ഇടുന്നത് ഒരു 5 മിനിറ്റ് റെസിപ്പി ആണെങ്കിൽ കൂടി അതിന് പുറകിൽ ഞാൻ ഒരുപാട് മണിക്കൂർ ഞാൻ നിൽക്കാറുണ്ട്. എന്നിട്ടാണ് ആ 5 മിനിറ്റ് വീഡിയോ ഞാൻ എടുക്കുന്നത്. പെട്ടെന്ന് ഞാൻ എടുക്കുന്നതല്ല, കുറച്ച് സമയം എടുത്ത് നിന്ന് തന്നെയാണ് ആ ഓരോ വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ എനിക്കത് പറ്റാതെ പോയി. അങ്ങനെ ആണ് റെസിപ്പികളൊക്കെ സ്റ്റോപ്പായി. റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ പാലുകാച്ചും കാര്യങ്ങളൊക്കെ വന്നു. അത് അങ്ങനെ കുറച്ച് ദിവസം പോയി. എന്നാലും ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു. ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാനിത് വീട്ടിൽ വെച്ച് പറയണം എന്നാണ് ഇരുന്നിട്ടുള്ളത്. അതായത് ലാസ്റ്റ് സമയമൊക്കെ നമ്മൾ കുറച്ച് കഴിയട്ടെ, എന്നിട്ട് വീട്ടിൽ വെച്ച് പറയാം എന്നാണ് ഇരുന്നത്. ഇത് ഇന്നലെ ഡോക്ടറിന്റെ അടുത്ത് ജസ്റ്റ് റെഗുലർ ചെക്കപ്പിന് ഞാൻ വന്നതായിരുന്നു. സാധാരണ നോർമൽ ചെക്കപ്പിന് വന്നായിരുന്നു. നോർമൽ ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പിടിച്ച് അഡ്മിറ്റ് ആക്കി. കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഡ്മിറ്റ് ആക്കിയായിരുന്നു. അങ്ങനെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വിശേഷം നിങ്ങൾക്ക് അവരോട് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഇത് പറയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. വീട്ടിൽ വെച്ച് തന്നെ പറയണം എന്ന് ആഗ്രഹിച്ച കാര്യമാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് പറയുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. ഡോക്ടർ ഇനി അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ, അത്യാവശ്യം അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ, വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ബാക്കിയുള്ള ചെക്കപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്നും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കാതെ വന്ന ഒരു അനുഗ്രഹമാണ്, ഒരു പുണ്യമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. വല്ലാത്തൊരു സന്തോഷമല്ലേ ഇത്. അതെ, ഒരു കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞത് ഇത് എൻ്റെ കഥയാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. കാത്തിരിപ്പിന് ഒരു നാൾ ഉത്തരം കിട്ടും. എൻ്റെ ലൈഫിലൂടെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് കേട്ടോ. സത്യത്തില് ഒരു ഉത്തരം കിട്ടിയപ്പോ ആ സന്തോഷം എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാനും പറ്റുന്നില്ല. ഇതാണ് കേട്ടോ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി അല്ലെങ്കിൽ ജേണി എന്ന് പറയുന്നത്. ഈ 4.5 വർഷം കുറെ കാര്യങ്ങൾ അനുഭവിച്ചു. ഇതിൽ എന്തൊക്കെ പറഞ്ഞില്ല എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഹോസ്പിറ്റലൈസ് കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോയുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസും ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ പറഞ്ഞ വായിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി പേരുടെ വീഡിയോസ് ഒക്കെ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കാര്യം, എൻ്റെ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത്. ആർക്കെങ്കിലും ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉണ്ടാവുമെങ്കിൽ, ചിലർക്കെങ്കിലും പ്രതീക്ഷകൾ നൽകുമെങ്കിൽ, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണെന്നുള്ളത് ബാക്കി ഡോക്ടർ പറയും. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇതാണ് എൻ്റെ പ്രഗ്നൻസി ജേണി സ്റ്റോറി. ഒരാൾക്കെങ്കിലും ഇത് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോഴത്തെ അടുത്ത വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയില്ല. അടുത്ത വീഡിയോ പറ്റിയാൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ, എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഞാൻ എടുക്കുന്നതെന്ന് അത് കാണിക്കണമെന്നുണ്ടായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനി അറിയില്ല, നാളെ ഡോക്ടർ ഇത് പറയുന്നത് പോലെ ഇരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി.